മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്, റേഷ്യോ അനാലിസിസിലെ പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യാണ്. ഈ ക്ലാസ്സിൻ്റെ ഒരു 1-2 ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ് എടുക്കുന്നത്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എങ്കിലും കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ റേഷ്യോസിൽ നിന്ന് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഒരു ഭാഗം അതിനു വേണ്ടി സമയം പോയാൽ നമ്മൾ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ അതിൽ പേജ് നമ്പർ 313 ഇല്ലസ്ട്രേഷൻ 15 ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫ്രം ദ ഫോളോയിങ് ഗിവൺ റേഷ്യോസ് ആൻഡ് ഫിഗേഴ്സ് പ്രിപ്പയർ എ സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റ് ഓഫ് XYZ കമ്പനി ലിമിറ്റഡ് as on 31/12/2015. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള റേഷ്യോസിൽ നിന്നും ഫിഗേഴ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഒരു സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കണം. ഇനി റേഷ്യോസ് A തൊട്ട് G വരെയുള്ള ഐറ്റംസ് തന്നിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ 70,000. വർക്കിംഗ് ക്യാപിറ്റൽ 70,000 രൂപ തന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക? പലർക്കും അറിയണ്ടാവില്ല. അപ്പോൾ അറിയുന്നവർക്കാണ് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു CA - CL, അല്ലെങ്കിൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതറിയുന്നവർക്കാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ ശ്രദ്ധിക്കാണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ 70,000, റിസർവ്സ് ഇൻ സർപ്ലസ് 50,000 50,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 10,000. C പോയിൻ്റ് ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 10,000. D പോയിൻ്റ് ഫിക്സഡ് അസറ്റ് ഓർ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്സ്. ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടാണ്. ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ 0.65 ആണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിലെ 65% പ്രൊപ്രൈറ്ററി ഫണ്ടാണ്. അത് നമുക്ക് പിന്നീട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. കറണ്ട് റേഷ്യോ 2.75 ആണ്. 2.75 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2.75:1. അതായത് കറണ്ട് റേഷ്യോ 2.75:1 എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റി 1, കറണ്ട് അസറ്റ് 2.75 ആണ്. അതാണ് മനസ്സിലാക്കുന്നത്. ലിക്വിഡ് റേഷ്യോ 1.25:1. 1.25 എന്നാണ് തന്നിട്ടുള്ളത്. നമ്മളതിനെ റേഷ്യോ രീതിയിൽ എഴുതുമ്പോൾ 1.25:1 എന്നാണ് വായിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 1.25 ലിക്വിഡ് അസറ്റ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി G പോയിൻ്റ് ദർ ആർ നോ ലോങ് ടേം ഡെപ്റ്റ്സ് ഓർ മിസ്ലേനിയസ് എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഈ G പോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലോങ് ടേം ഡെപ്റ്റും മിസ്ലേനിയസ് ഐറ്റംസും ഇല്ല. ലോങ് ടേം ഡെപ്റ്റും മിസ്ലേനിയസ് ഐറ്റംസും ഇല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലോങ് ടേം ഡെപ്റ്റ് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യണ്ട. മിസ്ലേനിയസ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഒരു ഐറ്റം നമ്മൾ ബാലൻസിങ് ഫിഗറായിട്ട് വെക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നു ദർ ഈസ് നോ ലോങ് ടേം ഡെപ്റ്റ്സ് ഓർ മിസ്ലേനിയസ് എക്സ്പെൻസസ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്കറിയാവുന്ന റേഷ്യോ കറണ്ട് റേഷ്യോ ആണ് അല്ലേ? അപ്പോൾ കറണ്ട് റേഷ്യോ അവിടെ വെക്കാം. കറണ്ട് റേഷ്യോ നമുക്കറിയാം. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ്. കറണ്ട് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 2.75 തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 2.75:1 എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് 2.75:1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 2.25 കറണ്ട് അസറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് റേഷ്യോ പ്രകാരം 2.75 കറണ്ട് അസറ്റും ഒരു കറണ്ട് ലയബിലിറ്റിയാണുള്ളത്. ഇതിൻ്റെ ഡിഫറൻസ് ആണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് പറയാം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? എമൗണ്ട് തന്നിട്ടുണ്ട് 70,000 അല്ലേ? അതിൻ്റെ റേഷ്യോ എന്താ വരിക? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് എത്രയാണ്? 2.75 ആണ്. കറണ്ട് ലയബിലിറ്റി 1 ആണ്. അപ്പോൾ 2.75 - 1 ഈസ് ഈക്വൽ ടു 1.75. 1.75 ആണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റേഷ്യോ. 1.75 ആണ് 70,000 അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കണ്ടുപിടിക്കാം. Therefore
കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 70,000 ഡിവൈഡഡ് ബൈ 1.75 ഇൻറ്റു 2.75 ചെയ്താൽ കറണ്ട് അസറ്റ് കിട്ടും. 1.25 ചെയ്താൽ ലിക്വിഡ് അസറ്റ് കിട്ടും. പക്ഷേ ഇങ്ങനെ നമുക്ക് മനക്കണക്കിൽ കണ്ടുപിടിക്കാം. പക്ഷേ ഇതെല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ഈ മെത്തേഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ മെത്തേഡിലേക്ക് പോവാം. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന പോലെ തന്നെ അതിലേക്ക് പോവാം. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു 2.75. ലെറ്റ് കറണ്ട് ലയബിലിറ്റി ബി എക്സ്. കറണ്ട് ലയബിലിറ്റിക്ക് എക്സ് എന്നുള്ള വാല്യൂ കൊടുക്കുക. ലെറ്റ്, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ലെറ്റ് കറണ്ട് ലയബിലിറ്റി ബി എക്സ്, കോമ, then current assets will be 2.75x. കറണ്ട് ലയബിലിറ്റി എക്സ് ആണെങ്കിൽ കറണ്ട് അസറ്റ് എന്തായിരിക്കും? 2.75x ആണ്. കാരണം എന്താ, ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 2.75 കറണ്ട് അസറ്റ് ആണുള്ളത് അല്ലേ? അപ്പോൾ കറണ്ട് ലയബിലിറ്റി എക്സ് ആണെങ്കിൽ കറണ്ട് അസറ്റ് എത്രയായിരിക്കും? 2.75x ആയിരിക്കും. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 2.75x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 1.75x. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്തായിരിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സി എ മൈനസ് സി എൽ അല്ലേ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി അല്ലേ? അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 2.75 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 1.75x. ദെൻ താഴെ എഴുതുക. അപ്പോൾ അതിന് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ടിലേക്ക് കൊണ്ടുവരാം. 70,000 ഈസ് ഈക്വൽ ടു 1.75x. Therefore x ഈസ് ഈക്വൽ ടു, എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ലയബിലിറ്റി ആണ് അല്ലേ? Therefore x or working current liability is equal to 70,000 divided by 1.75 is equal to 40,000. ഇപ്പം 40,000 ആണ് കറണ്ട് ലയബിലിറ്റി. ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 40,000 ആണ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ കറണ്ട് അസറ്റ് എത്ര വരും? 2.75x എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സിൻ്റെ എമൗണ്ട് 40,000 ആണെങ്കിൽ കറണ്ട് അസറ്റിൻ്റെ എമൗണ്ട് എത്രയാണ്? 2.75 ഇൻറ്റു 40,000. 2.75 ഇൻറ്റു 40,000 ഈസ് ഈക്വൽ ടു 1,10,000. 1,10,000 കറണ്ട് അസറ്റ് 1,10,000. രണ്ട് ലിക്വിഡ് റേഷ്യോ, ലിക്വിഡ് അസറ്റ്. ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ്? ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് അല്ലേ? കറണ്ട് ലയബിലിറ്റിയും ലിക്വിഡ് റേഷ്യോ അസറ്റ് നമ്മളുടെ റേഷ്യോ ആണ്. ലിക്വിഡ് റേഷ്യോ 1.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1.25:1 ആണ്. അതായത് ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 1 ലിക്വിഡ് അസറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈസിക്കൽ ടു ലിക്വിഡ് അസറ്റ് ഈസിക്കൽ ടു എന്താണ്? 1.25 ഇൻറ്റു 40,000. 1.25 ഇൻറ്റു 40,000 എന്ന് പറയുമ്പോൾ എത്രയാണ്? 50,000. 50,000 രൂപയാണ് കറണ്ട് ലിക്വിഡ് അസറ്റായിട്ട് നമുക്ക് കിട്ടുക. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് സ്റ്റോക്കാണ്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് എന്നൊന്നും അറിയില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ എടുത്തത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ നോക്കുക. നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷനിൽ കറണ്ട് അസറ്റായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ ഉണ്ട്. വേറെ ഐറ്റംസ് ഒന്നുമില്ല അല്ലേ? പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് അസറ്റും ലിക്വിഡ് അസറ്റും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോക്ക് കണ്ടുപിടിക്കാം. എന്താ കാരണം? സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു സി എ മൈനസ് എൽ എ. കറണ്ട് അസറ്റിൽ നിന്ന് ലിക്വിഡ് അസറ്റ് കുറച്ചാൽ സ്റ്റോക്ക് കിട്ടും. സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഉണ്ട്. പക്ഷേ ഇത്തരം ക്വസ്റ്റ്യനിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ല എന്ന് അസ്യൂം ചെയ്യും. മനസ്സിലായല്ലോ? റേഷ്യോ തന്നിട്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കേണ്ടെന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ല എന്നുള്ള അസംഷനിലാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. ദാറ്റ് ഈസ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ്. ദെൻ സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് എത്രയാണ്? 1,10,000 മൈനസ് ലിക്വിഡ് അസറ്റ് എത്രയാണ്? 50,000. 50,000 ഈസ് ഈക്വൽ ടു 60,000. 60,000 രൂപയാണ് നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഐറ്റംസ് ഒന്നും കാണാനില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് ലയബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിച്ചു. കറണ്ട് ലയബിലിറ്റിയിൽ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ നോക്കി. അപ്പോൾ നമുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കിട്ടി അല്ലേ? അപ്പോൾ കറണ്ട് ലയബിലിറ്റിയിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം വേറെ ഐറ്റംസ് ഒന്നും ഇല്ല.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാം. ദെൻ എന്ത് ചെയ്യുക, ക്രെഡിറ്റേഴ്സ് ഈസ് ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ക്രെഡിറ്റേഴ്സ് ഈസ് ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. കറണ്ട് ലയബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്, 40,000 രൂപ മൈനസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10,000 രൂപ ഈസ് ഈക്വൽ ടു 30,000 രൂപയാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാൻ ആരും പറഞ്ഞിട്ടല്ല. നമ്മൾ മാക്സിമം പറ്റാവുന്ന ഐറ്റംസ്, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഐറ്റംസ് മാക്സിമം സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ ബിൽസ് പേബിൾ തന്നിട്ടുണ്ടെങ്കിൽ ബിൽസ് പേബിളും കൂടി എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം, കുറയ്ക്കണം. അല്ല, മാക്സിമം പറ്റാവുന്ന അത്രയും സ്പ്ലിറ്റപ്പ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാൻ. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതുവരെ ലയബിലിറ്റി സൈഡൊക്കെ ഒരു നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലൊരു പോയിന്റ് തന്നിട്ടുള്ള ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഈസ് ഈക്വൽ ടു 0.65 ആണ് അല്ലേ. 0.65 ആണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് 0.65 ആണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൻ്റെ 65% നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. 65% ഫിക്സഡ് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള വർക്കിംഗ് ക്യാപിറ്റലായിരിക്കും. അതാണ് അസംഷൻ. അപ്പോൾ അവിടെ ആ അസംഷൻ അറിയുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൻ്റെ 65% ഫിക്സഡ് അസറ്റിലാണ്. അതായത് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടാണല്ലോ നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൽ എന്തുണ്ട്, ക്യാപിറ്റലും എല്ലാ റിസർവ്സ് ആൻഡ് സർപ്ലസസും ഉണ്ടല്ലോ. ഇങ്ങനെ എല്ലാ റിസർവ്സ് ആൻഡ് സർപ്ലസസും അടക്കമുള്ള ഈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൻ്റെ 65% ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള 35% എന്തിലാണ്, വർക്കിംഗ് ക്യാപിറ്റലാണ് അല്ലേ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൽ 35 പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൻ്റെ 35% ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, തന്നിട്ടുണ്ട് 70,000 രൂപ. ഈ 70,000 രൂപ എന്ന് പറയുന്നത് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൻ്റെ 35% ആണെങ്കിൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഈസ് ഈക്വൽ ടു 70,000 × 100/35. 70,000 × 100/35 എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ട പോലെ ഗ്രോസപ്പ് ചെയ്യുക. അപ്പോൾ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് കിട്ടിയ നമുക്ക് എത്രയാണ്, 2 lakhs ആണ്, 2 ലക്ഷം രൂപയാണ് കേട്ടോ. ഇനി പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിലെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കാം, നമുക്ക് പിന്നെ നോക്കാം. 2 lakhs. അടുത്ത ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൻ്റെ 65%. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് നമ്മൾ 2 ലക്ഷം കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 ലക്ഷത്തിൻ്റെ 65%, അതായത് 1,30,000 രൂപയാണ് നമ്മുടെ ഫിക്സഡ് അസറ്റ് അല്ല. അത് ഈസിയാണ്. ഫിക്സഡ് അസറ്റ് ഈസ് ഈക്വൽ ടു 65% ഓഫ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. അപ്പോൾ 2 lakhൻ്റെ 65%, ദാറ്റ് ഈസ് 1,30,000 രൂപ. അതാണ് നമ്മുടെ ഫിക്സഡ് അസറ്റ്. ഇനി എന്ത് ചെയ്യാം, ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കിവിടെ വല്ലതും തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് റിസർവ്സ് ആൻഡ് സർപ്ലസ് കുറച്ചാൽ നമുക്ക് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൽ നിന്ന് റിസർവ്സ് ആൻഡ് സർപ്ലസ് കുറച്ചാൽ നമുക്ക് ഷെയർ ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ എന്താണ്, ഷെയർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് മൈനസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്, 2 lakh ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്, 50,000 രൂപയാണ്. അത് കുറച്ചപ്പോൾ നമുക്ക് മനസ്സിലായി 1,50,000 രൂപയാണ് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെ കണ്ടുപിടിച്ചു, സ്പ്ലിറ്റപ്പ് ചെയ്യണം. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ലക്ഷം രൂപ, അല്ലെങ്കിൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ എഴുതിയാൽ പറ്റില്ല. അത് മാക്സിമം സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലാണ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ശരിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കിട്ടിയ 1.5 ലക്ഷം, റിസർവ്സ് ആൻഡ് സർപ്ലസ് 50,000 രൂപ, ക്രെഡിറ്റേഴ്സ് 30,000 രൂപ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 10,000 രൂപ. ഇതാണ് ലയബിലിറ്റി സൈഡിലുള്ളത്. അസറ്റ് സൈഡിലുള്ളത് നമുക്ക് കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ് കിട്ടിയിട്ടുണ്ട് എത്രയാണ്, 1,30,000 രൂപ. കറണ്ട് അസറ്റ് കിട്ടിയിട്ടുണ്ട് എത്രയാണ്, കറണ്ട് അസറ്റിൽ ലിക്വിഡ് അസറ്റും സ്റ്റോക്കും സെപ്പറേറ്റ് ആയിട്ട് എഴുതണം കേട്ടോ. മാക്സിമം സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് എഴുതണം. ഇനി താഴെ എന്ത് ചെയ്യുക, താഴെ ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. XYZ ലിമിറ്റഡ് ബാലൻസ് ഷീറ്റ് ആസറ്റ് 31/12/2015. ഒരു സൈഡിൽ ലയബിലിറ്റീസ് അസറ്റ്സ് ഒക്കെ ഉള്ള ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. ലയബിലിറ്റി സൈഡിലെ ഷെയർ ക്യാപിറ്റൽ 1,50,000, റിസർവ്സ് ആൻഡ് സർപ്ലസ് 50,000, കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡ് കൊടുക്കുക, അവിടെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ക്രെഡിറ്റേഴ്സ് 30,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 10,000, എല്ലാം കൂടി കൂട്ടുമ്പോൾ 2,40,000. ഇനി അസറ്റ് സൈഡിലേക്ക് പോവുക. അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ് 1,30,000, കറണ്ട് അസറ്റിൽ 2 ആയിട്ടാണ്. സ്റ്റോക്ക് 60,000, ലിക്വിഡ് അസറ്റ്സ് 50,000, ടോട്ടൽ 2,40,000.
ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പം ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ റേഷ്യോയും കുറച്ച് ഫിഗേഴ്സും തന്നിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, നമ്മളതിൻ്റെ ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കുന്നതല്ല, ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പോകേണ്ടി വരും. നമ്മളിവിടെ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്, ലോങ് ടൈം ഫണ്ടും അതുപോലെ തന്നെ എന്താണ് വർക്കിംഗ് ക്യാപിറ്റലൊക്കെ കൂടി ചേർന്നാണ്, ഫിക്സ്ഡ് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലൊക്കെ കൂടി ചേർന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നിലും വരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ 65% പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൻ്റെ 65% ആണ് ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 35 ആയിരിക്കും എവിടെ ഉണ്ടാവുക, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 70,000 വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് അപ്പോൾ ഇങ്ങനെ ലോജിക്ക് ഉപയോഗിക്കാനും ഇത് പെട്ടെന്നും ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഉള്ള മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. കുറച്ചൊന്ന് ചിലപ്പോൾ വളഞ്ഞ് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ലോജിക്സൊക്കെ പല രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് കുട്ടികൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസ് കുട്ടികളെ മാക്സിമം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസൊക്കെ വർക്ക് ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കുട്ടികൾക്ക് നേരിട്ട് വിളിക്കാം കേട്ടോ, അല്ലെങ്കിൽ വാട്സപ്പ് വോയിസ് ക്ലിപ്പ് ഇടുക, എന്തെങ്കിലും ചെയ്യാം. ഇനി ഒരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇതേപോലത്തെ എസ്സേ ക്വസ്റ്റ്യൻ തന്നെ വർക്ക് ചെയ്യാൻ പോവാണ്. ഈ ഇത്രയധികം ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കിപ്പോൾ അത് അറിയാവുന്നവർക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂടി അല്ലാത്തവർ ഇതൊരു പഠിക്കാനൊരു സാഹചര്യമായിട്ട് മാറ്റുക. റേഷ്യോസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, റേഷ്യോസിലേക്ക് വളരെ ഡീപ്പായിട്ട് പോവുക, ഓരോന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 315 പ്രോബ്ലം നമ്പർ 16 ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ്. അതിൽ കുറേ ഐറ്റംസ് 8 പോയിന്റ് വന്നിട്ടുണ്ട്. ഞാൻ വായിക്കാം. കറണ്ട് ലയബിലിറ്റീസ് 1 lakh, റിസർവ്സ് ആൻഡ് സർപ്ലസ് 50,000, ബിൽസ് പേയബിൾ 40,000, ഡെപ്റ്റേഴ്സ് 35,000, കറണ്ട് റേഷ്യോ 1.75, ആസിഡ് ടെസ്റ്റ് റേഷ്യോ 1.15, ഫിക്സഡ് അസറ്റ്സ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് 0.75, റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ടു കറണ്ട് അസറ്റ്സ് 3. ഇനി പറഞ്ഞിട്ടുള്ളത് ദി കറണ്ട് അസറ്റ്സ് ഓഫ് ദ ഫേം കൺസിസ്റ്റ് ഓഫ് ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ആൻഡ് ക്യാഷ്. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സും സ്റ്റോക്കും ക്യാഷും മാത്രമേ ഉള്ളൂ. അപ്പോൾ കറണ്ട് അസറ്റും ലിക്വിഡ് അസറ്റും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2 റേഷ്യോ തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റും ലിക്വിഡ് റേഷ്യോയും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസാണ് സ്റ്റോക്ക്. ഡെപ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ ക്യാഷ് കണ്ടുപിടിക്കാം നമുക്ക് കേട്ടോ. ദ ഫേം ഡസ് നോട്ട് ഹാവ് എനി ലോങ് ടൈം ലയബിലിറ്റി. വേറെ ലോങ് ടൈം ലയബിലിറ്റീസ് ഒന്നും തൻ്റെ ഫേമിനില്ല. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷനാണ്, നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരിട്ട് നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി കുട്ടികൾ വായിക്കുക. കറണ്ട് ലയബിലിറ്റിയുടെ എമൗണ്ട് തന്നിട്ടുണ്ട്. കറണ്ട് ലയബിലിറ്റിയുടെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ കറണ്ട് റേഷ്യോയും ആസിഡ് ടെസ്റ്റ് റേഷ്യോയും ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് കറണ്ട് അസറ്റും അതുപോലെ തന്നെ ലിക്വിഡ് അസറ്റൊക്കെ കണ്ടുപിടിക്കാം അല്ലേ. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ കറണ്ട് ലയബിലിറ്റി 1 lakh ആണ്. കറണ്ട് റേഷ്യോ 1.75 ആണ്. 1.75 എന്ന് പറഞ്ഞാൽ 1.75:1. അതായത് 1 രൂപ കറണ്ട് ലയബിലിറ്റി ഉണ്ടെങ്കിൽ 1.75 കറണ്ട് അസറ്റ് ഉണ്ട്. ഇവിടെ 1 ലക്ഷമാണ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ 1,75,000 രൂപയാണ് കറണ്ട് അസറ്റ് വരിക അല്ലേ, നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത് ആസിഡ് ടെസ്റ്റ് റേഷ്യോ 1.15 ആണ്. അതിൻ്റെ അർത്ഥം കറണ്ട് ലയബിലിറ്റി 1 രൂപയാണെങ്കിൽ ലിക്വിഡ് അസറ്റ് എത്രയാണ് 1.15 ആണ്. അപ്പോൾ 1 lakh കറണ്ട് ലയബിലിറ്റി ഉണ്ടെങ്കിൽ 1,15,000 ആണ് നമ്മുടെ ലിക്വിഡ് അസറ്റ്. ഇങ്ങനെയാണ് നമ്മൾ പോവാം. നമുക്കിനി ക്വസ്റ്റ്യനിലേക്കൊക്കെ പോവാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്ത് പോവാം. ഇനി നമുക്ക് പോയിന്റിലേക്ക് വരാം. ഒന്നാമത്തെ പോയിന്റ് എഴുതുക, കറണ്ട് അസറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് കറണ്ട് റേഷ്യോ CA/CL. അതിൻ്റെ ആൻസർ നമുക്ക് തന്നിട്ട് 1.75 ആണ്. Therefore current asset is equal to 1.75 into 1 lakh is equal to rupees 1,75,000. 1,75,000. 1,75,000. 1,75,000 into 1 lakh, that is 1,75,000.
രണ്ട് ലിക്വിഡ് അസറ്റ് കാണാനുള്ള റേഷ്യോ എന്ന് പറയുന്നത് ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ ആണ്. ആസിഡ് ടെസ്റ്റ് റേഷ്യോ ലിക്വിഡ് റേഷ്യോ ആണ്. ആസിഡ് ടെസ്റ്റ് റേഷ്യോ ലിക്വിഡ് റേഷ്യോ is equal to liquid asset divided by current liabilities. Then liquid asset is equal to 1.15 into 1 lakh. 1.15 into 1 lakh. 1.15 into 1 lakh is equal to 1,15,000. 1,15,000. 3. സ്റ്റോക്ക്. നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു CA മൈനസ് LA, അതായത് കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ്. കറണ്ട് അസറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്? 1,75,000 മൈനസ് ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു 1,15,000 ഈസ് ഈക്വൽ ടു 60,000 ആണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ എമൗണ്ട്. 60,000 രൂപ. 1,75,000 കറണ്ട് അസറ്റ്, 1,15,000 ലിക്വിഡ് അസറ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിട്ടുള്ള 60,000 രൂപയാണ് നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി ക്യാഷ് ബാലൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ക്യാഷ് ബാലൻസ് കണ്ടുപിടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കറണ്ട് അസറ്റ് 3 ഐറ്റേ ഉള്ളൂ. എന്താണ്? സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. അതിൽ സ്റ്റോക്കും അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 35,000 രൂപ. അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് ഈസ് ഈക്വൽ ടു ക്യാഷ് അല്ലേ? അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? കറണ്ട് അസറ്റ് എത്രയാണ്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 1,75,000 മൈനസ് ബ്രാക്കറ്റിൽ സ്റ്റോക്ക് എത്രയാണ്? 60,000 രൂപ പ്ലസ് 35,000 രൂപയാണ് ഡെപ്റ്റേഴ്സ്. 35,000 രൂപ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,75,000 നിന്ന് എത്രയാണ്? 95,000 കുറയ്ക്കുക. 1,75,000 നിന്ന് 95 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 80,000 കിട്ടും. അപ്പോൾ ക്യാഷ് ബാലൻസ് 80,000 രൂപയാണ്. ഇനി എന്ത് ചെയ്യുക? ഫിക്സഡ് അസറ്റാണ് അല്ലേ? ഫിക്സഡ് അസറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത് നോക്കുക. ഫിക്സഡ് അസറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫിക്സഡ് അസറ്റ്സ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അത് കൂടാതെ ഒരു കാര്യം കൂടി, ഫിക്സഡ് അസറ്റ് ടു കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട്. അതാണ് കുറച്ചുകൂടി ഈസി. അപ്പോൾ നമ്മൾ ഓൾറെഡി കറണ്ട് അസറ്റ് കണ്ടുപിടിച്ച കാരണം കൊണ്ട് കറണ്ട് അസറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 1,75,000 ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് ഫിക്സഡ് അസറ്റ് നമ്മളുടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ് ടു കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. ഈസ് ഈക്വൽ ടു 3. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് അസറ്റ് ആണ്. ദെൻ ഫിക്സഡ് അസറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു കറണ്ട് അസറ്റ്സ് അല്ലേ? 3 ഇൻറ്റു കറണ്ട് അസറ്റ് എത്രയാണ്? കറണ്ട് അസറ്റ് നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള 1,75,000 ആണ്. ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ട് 3 ഇൻറ്റു 1,75,000 ഈസ് ഈക്വൽ ടു 5,25,000. അപ്പോൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് 5,25,000 രൂപയാണ് ഫിക്സഡ് അസറ്റ്. ഇനി 6ാമത്തെ പോയിന്റ്, ഇത് വെച്ച് ഈ ഫിക്സഡ് അസറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് 0.75 ആണ്. അപ്പോൾ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്, ദാറ്റ് ഈസ് ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഈസ് ഈക്വൽ ടു 0.75. Then proprietors fund is equal to fixed asset divided by 0.75. Proprietors fund is equal to fixed asset divided by 0.75. Fixed asset നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്? 5,25,000 ആണ്. 5,25,000 divided by 0.75 is equal to rupees 7 lakh. 7 ലക്ഷം രൂപയാണ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ഇനി എന്ത് ചെയ്യാം? പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് നെറ്റ് വർത്താണ്. നെറ്റ് വർത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തന്നെയാണ്. എന്തൊക്കെയാണ് അതിലെ ഇൻഗ്രീഡിയൻസ്? ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൽ നിന്ന് റിസർവ്സ് ആൻഡ് സർപ്ലസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഷെയർ ക്യാപിറ്റൽ കിട്ടും അല്ലേ? അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതുക, ഷെയർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് മൈനസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എത്രയാണ്? 7 lakh ആണ്. മൈനസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് നമുക്ക് രണ്ടാമത്തെ ഐറ്റമായിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 50,000 രൂപയാണ് അല്ലേ? 7 lakh മൈനസ് 50,000 ഈസ് ഈക്വൽ ടു 6,50,000. നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 6,50,000 രൂപയാണ്. ഇനി എന്ത് ചെയ്യാം? ക്രെഡിറ്റേഴ്സ് കാണാം അല്ലേ? സൺട്രി ക്രെഡിറ്റേഴ്സ് കാണാനുള്ളൊരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലോങ് ടൈം ലയബിലിറ്റീസ് ഇല്ല. ലോങ് ടൈം ലയബിലിറ്റീസ് ഇല്ല എന്ന് പറയുന്നു. കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ ബിൽസ് പേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിളും മാത്രമേ ഉള്ളൂ എന്നുള്ള അസംഷനിലേക്ക് നമുക്ക് എത്തേണ്ടി വരും അല്ലേ? ദെർഫോർ ക്രെഡിറ്റേഴ്സ് ഈസ് ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ബിൽസ് പേബിൾ.
കറണ്ട് ലയബിലിറ്റി നമ്മൾ 1 lakh എന്ന് തന്നിട്ടുണ്ട്. ബിൽസ് പേയബിൾ 40,000 തന്നിട്ടുണ്ട്. അപ്പോൾ 1 lakh മൈനസ് 40,000 ഈക്വൽ ടു 60,000, 60,000 രൂപ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബാലൻസ് ഷീറ്റിൽ ആദ്യം തന്നെ ബാലൻസ് ഷീറ്റ് വരച്ചു. ബാലൻസ് ഷീറ്റ് വരച്ച് ലയബിലിറ്റി സൈഡ് എഴുതി, അസറ്റ് സൈഡ് എഴുതി. ലയബിലിറ്റി സൈഡിൽ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് എഴുതി വയ്ക്കുക. ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ 6,50,000, റിസർവ്സ് ആൻഡ് സർപ്ലസ് 50,000. കറണ്ട് ലയബിലിറ്റീസ് 2 ഐറ്റം ഉണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സും ഉണ്ട്, ബിൽസ് പേയബിളും ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് 60,000, ബിൽസ് പേയബിൾ 40,000, അങ്ങനെ 8 ലക്ഷമാണ് ലയബിലിറ്റി സൈഡിൻ്റെ ടോട്ടൽ വരുന്നത്. അസറ്റ് സൈഡിൻ്റെ ആദ്യം അസറ്റ് സൈഡിൽ വരുന്നത് ഫിക്സഡ് അസറ്റ് 5,25,000. കറണ്ട് അസറ്റിൽ 3 ഐറ്റം വരുന്നുണ്ട്. സ്റ്റോക്ക് 60,000, ഡെപ്റ്റേഴ്സ് 35,000, ക്യാഷ് 80,000. ഇത്രയായി കഴിഞ്ഞാൽ 5,25,000 ഇതൊക്കെ കൂടി കഴിയുമ്പോൾ നമുക്കറിയാം 7 lakhs വരുന്നുള്ളൂ അസറ്റ് സൈഡിൽ. അപ്പോൾ ബാലൻസ് ഉള്ള 1 ലക്ഷത്തിൻ്റെ അവിടെ എഴുതാം മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ കേട്ടോ. അത് കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ വേറെ ഐറ്റംസ് ഇല്ലാത്ത കാരണം കൊണ്ട് അവിടെ ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്ന 1 ലക്ഷത്തിൻ്റെ അവിടെ എഴുതുക മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ, ബ്രാക്കറ്റിൽ എഴുതുക ബാലൻസിങ് ഫിഗർ എന്ന് എഴുതുക. ടോട്ടൽ 2 സൈഡിനും ടോട്ടൽ കറക്റ്റ് ആക്കി വയ്ക്കുക, 8 lakhs ആക്കി വയ്ക്കുക. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് ഇതിന് നമുക്ക് ടാലി ആവാത്തൊരു സിസ്റ്റം വരുന്നു. ടാലി ആവാത്തൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വയ്ക്കുന്നു. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ റിസർവ്സെന്നോ മറ്റോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടാലി ആക്കിയിട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം, ഇതിനെ തിയറിക്കും അതുപോലെ തന്നെ പ്രോബ്ലത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കേണ്ടുന്നൊരു ചാപ്റ്ററാണ്. പ്രോബ്ലത്തിൽ നമ്മൾ 4 മാർക്കിൻ്റെയും അതുപോലെ തന്നെ 15 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻസിനൊക്കെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന 10 മാർക്കിൻ്റെ അല്ല 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നൊരു ചാപ്റ്ററാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം എസ്സേ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ വർക്ക് ചെയ്യുക. റേഷ്യോസ് നന്നായിട്ട് പഠിച്ച് ഇപ്പം തന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ എക്സാം ആകുമ്പോഴേക്കും പഠിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തമായിട്ടൊരു പേപ്പറിൽ നന്നായിട്ട് എഴുതി വയ്ക്കുക എല്ലാ റേഷ്യോസും. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എഴുതി വയ്ക്കുക, ഓരോന്ന് എഴുതി വെച്ച് അത് കൃത്യമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് അതിലേക്ക് ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം, ബൈ ഹാർട്ട് പഠിക്കണം. ഈ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. ചാപ്റ്റർ അവസാനിക്കുമ്പോൾ തന്നെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണെന്ന് മനസ്സിലാക്കണം. വളരെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം, ഇത് പഠിക്കണം. ഇനി നമുക്ക് എടുക്കാനുള്ള അടുത്ത ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 5, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ്. റേഷ്യോ അനാലിസിസ് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടിയ ഒരു ചാപ്റ്ററാണ് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പ്രോബ്ലം എസ്സേക്ക് വരാനുള്ള കൂടുതൽ ചാൻസ് ഉള്ളൊരു അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിൽ നിന്നാണ് എസ്സേ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ അനാലിസിസിൻ്റെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 5 പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അതിൽ ഒന്നാമത്തെ പോയിന്റ്, കണ്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആസ് പെർ കമ്പനീസ് ആക്ട് 2013. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ 2013 കമ്പനീസ് ആക്ട് അനുസരിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ് നമുക്കതിൻ്റെ ടോപ്പിക്കിലേക്ക് പോകാം. എവരി കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013 ഷാൾ പ്രിപ്പയർ ഇറ്റ്സ് ബാലൻസ് ഷീറ്റ് statement of profit and loss and notes to understand the users or subscribers. അതായത് 2013 കമ്പനീസ് ആക്ട് അനുസരിച്ച് എല്ലാ കമ്പനികളും രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളും എന്ത് ചെയ്യണം, പ്രിസ്ക്രൈബ്ഡ് മാനറിൽ ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും പ്രിപ്പയർ ചെയ്യണമെന്നത് നിർബന്ധമാണ്. ഇനി the key features of the revised schedule 6 are. അപ്പോൾ ഇവിടെ 2013 കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ നമ്പർ 6 വിശദമായിട്ട് ഇതിൻ്റെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. 2013 കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ നമ്പർ 6 എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് കൂടാതെ അതിനുശേഷം ഇത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയേഴ്സ്, കമ്പനി അഫെയേഴ്സ്, അവർ ഈ ഷെഡ്യൂൾ നമ്പർ 6 ഒന്ന് റിവൈസ് ചെയ്തു.
അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചില റിവിഷൻസ് കൊണ്ടുവന്നു. എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം നമുക്ക്, അല്ലെങ്കിൽ റിവൈസ്ഡ് ഷെഡ്യൂളിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇറ്റ് കണ്ടെയ്ൻസ് ജനറൽ ഇൻസ്ട്രക്ഷൻസ്. പാർട്ട് 1 ഫോം ഓഫ് ബാലൻസ് ഷീറ്റ്, general instructions for preparation of balance sheet. Part 2 form of statement of P&L account and general instruction for preparation of statement of profit and loss. അപ്പോൾ പാർട്ട് 1 പറയുന്നത് ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ ജനറൽ ഗൈഡ് ലൈൻസ്. പാർട്ട് 2 പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് പ്രിസ്ക്രൈബ്സ് എ വെർട്ടിക്കൽ ഫോർമാറ്റ് ഫോർ പ്രസൻറ്റേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട്. അത് ഒരു വെർട്ടിക്കൽ ഫോർമാറ്റിലാണ്, താഴേക്ക് 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 ലിസ്റ്റ് ചെയ്ത് പോകുന്ന വെർട്ടിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റിലാണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് കൃത്യമായിട്ട് പറയുന്നു, എടുത്തു പറയുന്നു. വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ പ്രസൻറ്റേഷൻ റിക്വയർമെൻറ്റിലേക്ക് കിടക്കാം. ഇന്ത്യൻ AS1 പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1. അതായത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1-ലും ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1-ലും പറയുന്ന കാര്യം ഒന്നാണ്, ദാറ്റ് ഈസ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് ആളുകളുടെ മുമ്പിലേക്ക് ഇത് എത്തേണ്ടത്. ഇതിനെയാണ് പ്രസൻറ്റേഷൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഓരോ പോയിന്റിലേക്ക് വരാം. ഫസ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റീവ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രസൻറ്റേഷൻ റിക്വയർമെൻറ്റ് ഈസ് ഓർ പ്രസൻറ്റേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ടു പ്രിസ്ക്രൈബ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് to ensure the comparability both with the financial statements of previous periods and with the financial statements of other undertakings. നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്രസൻറ്റേഷൻ നടത്തിയിരിക്കണം. എങ്ങനെ നടത്തിയിരിക്കണം, നമുക്ക് കമ്പയർ ചെയ്യാൻ, അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കമ്പയറബിലിറ്റി ഉണ്ടാവണം. അതായത് മറ്റുള്ള സ്ഥാപനങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്സായിട്ട് കമ്പയറബിലിറ്റി ഉണ്ടാവണം. ഇപ്പം നമ്മൾ പറയുകയാണ്, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് മെഷർ ചെയ്യണം. ഹൈറ്റ് മെഷർ ചെയ്യുന്നത് മീറ്ററിൽ മെഷർ ചെയ്തു. അടുത്ത ക്ലാസ്സിൽ യാർഡിൽ മെഷർ ചെയ്തു. അപ്പോൾ എഴുതി വയ്ക്കുമ്പോൾ ഒരു 1 മീറ്റർ 10 പോയിൻറ്റ്സ് 10 സെൻറ്റിമീറ്റേഴ്സ്, അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റേഴ്സ്, അപ്പുറത്ത് ഇത്ര 3 ഫീറ്റ് ആൻഡ് 3 പോയിൻറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ മെഷർ ചെയ്തു. ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താണ്, യാർഡിൻ്റെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫീറ്റിൻ്റെയും അതുപോലെ തന്നെ മീറ്ററിൻ്റെയും ഒക്കെ കണക്കറിയാവുന്നവർക്കാണ് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാ ക്ലാസ്സിലും മീറ്റർ സ്കെയിൽ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ വെച്ച് മെഷർ ചെയ്യണം. എല്ലാ ക്ലാസ്സിലത്തെ കുട്ടികളുടെ ഹൈറ്റും സെൻറ്റിമീറ്റർ വെച്ച് മെഷർ ചെയ്താലാണ് അത് കമ്പയറബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ കാണുന്ന ആളുകൾക്ക് അത് പ്രസൻറ്റേഷനിൽ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ അതിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഗൈഡ് ലൈൻസ്, അതിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മിനിമം റിക്വയർമെൻറ്റ്സ്, എന്തൊക്കെയാണ് മിനിമം വേണ്ടത്. നമ്മൾ പറയില്ല, എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ മിനിമം നമുക്ക് ഹോൾ ടിക്കറ്റ് വേണം, പെന്ന് വേണം, പെൻസിൽ വേണം, സ്കെയിൽ വേണം, ഇറേസർ വേണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതുപോലെ മിനിമം റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ വേണം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മിനിമം എന്തൊക്കെ ക്വാളിറ്റി അതിനുണ്ടായിരിക്കണം. അടുത്ത സ്കോപ്പാണ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1-ൽ വരുന്നത്, എന്തൊക്കെയാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1-ൽ വരുന്നത് എന്താണ്, ഓൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് IFRS, ബട്ട് നോട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻ്ററിംഗ് റിപ്പോർട്ട്സ്. ഇൻ്ററിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലാതെ വരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം IFRSൻ്റെ അല്ലെങ്കിൽ IFRS കൺവെർജൻസോട് കൂടി അല്ലെങ്കിൽ IFRSൻ്റെ കണ്ടീഷൻസോട് കൂടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അല്ലെങ്കിൽ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും AS1-ൽ വരുന്നു. അതേസമയം എന്ത് വേണ്ട, ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണ്ട. അടുത്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ള ഹെഡാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എ സ്ട്രക്ചേർഡ് റെപ്രസെൻറ്റേഷൻ of the financial position and financial performance of an undertaking. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് റെപ്രസെൻറ്റേഷനാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഒക്കെ അറിയുന്ന, അല്ലെങ്കിൽ ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ഈസ് ദ സ്ട്രക്ചേർഡ് റെപ്രസെൻറ്റേഷൻ
ടു കമ്മ്യൂണിക്കേറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് എൻ അണ്ടർടേക്കിംഗ്. ഫിനാൻഷ്യൽ പെർഫോമൻസും ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ അറിയുന്നതിനുള്ള ഒരു സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ബാലൻസ് ഷീറ്റ് വേണം, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, നോട്ട്സ്. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് നോട്ട്സ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ നോട്ട്സ്. ദെൻ കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ. എന്താണ്? പ്രീസീഡിങ് ഇയറിലെ മുൻ വർഷങ്ങളിലെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കണം. ബാലൻസ് ഷീറ്റ് ആസ് എറ്റ് ബിഗിനിങ് ആൻഡ് പ്രീസീഡിങ് ഇയർ. മുൻ വർഷങ്ങളിലെ ബാലൻസ് ഷീറ്റ് നമ്മുടെ പോളിസി അനുസരിച്ച് മുൻ വർഷങ്ങളിലെ ബാലൻസ് ഷീറ്റ് അടക്കം അതുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന സമയത്ത് P&L അക്കൗണ്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് വലതു ഭാഗത്ത് 2 എമൗണ്ടുകളും എന്താണ് കറണ്ട് ഇയറിലെ എമൗണ്ടുകളും എഴുതുന്നതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിലെ എമൗണ്ടുകളും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 7 പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടി പറയാം. ഓരോ വർഷം അവസാനിക്കുമ്പോഴുള്ള ബാലൻസ് ഷീറ്റ് നിർബന്ധമാണ്. 2 ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമാണ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത് കുട്ടികൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ, അതും പഠിച്ചിട്ടുണ്ടാവില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. നോട്ട്സ്. ഓരോ നമ്മൾ ഏത് ടൈപ്പ് അക്കൗണ്ടിങ് പോളിസിയാണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ള നോട്ട്സ് കൃത്യമായിട്ടുണ്ടായിരിക്കണം. കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. അതായത് കഴിഞ്ഞ വർഷമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതും ഉണ്ടായിരിക്കണം. 7ാമത്തെ പോയിൻ്റ് എന്താണ്? ബിഗിനിങ് ഇയറിലെ അല്ലെങ്കിൽ പ്രീസീഡിങ് ഇയറിലെ ബാലൻസ് ഷീറ്റ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ദെൻ അടുത്തത് ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1ാമത്തെ പോയിൻ്റ്. ഇതിലെ 8 പോയിൻറ്റ്സാണ് പറഞ്ഞിട്ടുള്ളത്. 8 പോയിൻറ്റ്സാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന്, ട്രൂ ആൻഡ് ഫെയർ പ്രസൻറ്റേഷൻ. ട്രൂ ആൻഡ് ഫെയർ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ, അത് ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷൻ, ട്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് കള്ളത്തരമില്ലാത്ത പ്രസൻറ്റേഷൻ ആയിരിക്കണം. എല്ലാ ഐറ്റംസും ഫെയർ ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൃത്യമായിരിക്കണം. സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിങ് പോളിസീസ്. കൃത്യമായിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസൊക്കെ കൃത്യമായിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസ് ആയിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആൻഡ് ഫെയർ പ്രസൻറ്റേഷനിൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റെക്കോർഡ്സിൽ കൃത്യമായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഡാറ്റാസ് വേണം ഉപയോഗിക്കാൻ. കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസിന് ആക്ച്വൽ ഡാറ്റാസ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രൊവൈഡ് ചെയ്യാൻ. 2, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് the entity's ability to continue as a going concern. ആ സ്ഥാപനം, ഇവിടെ എൻറ്റിറ്റി IFRSലെ എൻറ്റിറ്റി എന്നാണ് പറയുക, ആ എൻറ്റിറ്റി ബിസിനസ് കണ്ടിന്യൂ ചെയ്യാണ്. ഒരു ഗോയിങ് കൺസേൺ എന്നുള്ള രീതിയിൽ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാണ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. 2ാമത്തെ പോയിൻ്റ്, ഒരു എന്താ പറയുക, നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ ആണ് അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ ബിസിനസ് അവസാനിപ്പിക്കുക എന്നുള്ളൊരു പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എന്താണ്, കാരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ റെഫർ ചെയ്തിരിക്കണം. അതിൻ്റെ ഓൾട്ടർനേറ്റീവ്, ആ കൃത്യമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു ഫ്യൂച്ചറിൽ നമുക്കൊരു പ്രതിസന്ധി വരുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് എന്താണ്, അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ടേംസ് എന്താണ്, എങ്ങനെ നമുക്കതിനെ മറികടക്കാം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അതിൽ കാണിക്കണം. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അവെയറാണ് എന്താണ് ഈ ബിസിനസ് ഇത്രയും സമയം മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ബിസിനസ് പോളിസീസ് വെച്ച് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, ഇത് നമുക്ക് അധികകാലം ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടത് പറഞ്ഞിരിക്കണം. 3ാമത്തെ പോയിന്റ്, ഗോയിങ് കൺസേൺ കഴിഞ്ഞ് അടുത്ത ഹെഡിങ്ങിലേക്ക് അടക്കാം. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ ക്യാഷ് ഫ്ലോ ഒഴിച്ച് ബാക്കിയുള്ള ഐറ്റത്തിനൊക്കെ റെക്കഗ്നീഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ചെയ്യേണ്ടത്. റെക്കഗ്നീഷൻ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഡ്യൂ ആയി കഴിഞ്ഞാൽ ചില കേസുകൾക്ക് ഡ്യൂ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം,
അത് അക്രൂഡായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇൻകം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ചില കേസുകളിൽ ക്യാഷ് കിട്ടിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇൻകം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. അപ്പോൾ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഓരോ പ്രോഡക്റ്റിനും ഓരോ ഐറ്റത്തിനും ക്യാഷ് ഫ്ലോയിലല്ലാതെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കറിയാം ക്യാഷ് കിട്ടിയതും പോയതും മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്ത മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഇൻകത്തിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെയും സ്പെഷ്യാലിറ്റി അനുസരിച്ച് അതിൻ്റെ റെക്കഗ്നീഷൻ മോഡ് അറിഞ്ഞ് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ. കൃത്യമായിട്ട് അത്തരം രീതിയിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് പോകണം. നാലാമത്തെ പോയിന്റ്, മെറ്റീരിയാലിറ്റി ആൻഡ് അഗ്രഗേഷൻ. മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് ഓരോ ഐറ്റംസും ഓരോ മെറ്റീരിയലും അല്ലെങ്കിൽ ഓരോ ഐറ്റംസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ മെഷർ ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാന്ന് വെച്ചാൽ ഓരോ ഐറ്റവും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം. ഓരോ ഐറ്റവും സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. അടുത്ത പോയിന്റ് അതിൽ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസിമിലർ നേച്ചർ. ഇപ്പോൾ നമ്മൾ പറയില്ല, അസറ്റ് എന്ന് പറയുന്ന എല്ലാ അസറ്റും കൂടെ ഒന്നിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. അസറ്റിൽ നമ്മൾ ലാൻഡ് വേറെ, ബിൽഡിംഗ് വേറെ, ഫർണിച്ചർ വേറെ, ഫിക്സ്ചേഴ്സ് വേറെ, ഇങ്ങനെ ഡിസിമിലർ നേച്ചറിലുള്ള സെപ്പറേറ്റ് നേച്ചറിലുള്ള ഐറ്റത്തിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അഞ്ചാമത്തെ പോയിന്റ്, ഓഫ്സെറ്റിംഗ്. An entity shall not offset assets and liabilities or income and expenses. ഇൻകവും എക്സ്പെൻസ് ആയാലും അസറ്റ്സും ലയബിലിറ്റീസ് ആയാലും ഓഫ്സെറ്റിംഗ് നടത്താനുള്ള റൈറ്റ് ആർക്കില്ല, ഈ എൻറ്റിറ്റിക്കില്ല. ഓഫ്സെറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു എക്സ്പെൻസസിന് വേണ്ടി നമ്മൾ പ്രൊവിഷൻ ചെയ്ത് വെച്ചു, വേറൊരു എക്സ്പെൻസിന് വേണ്ടി പ്രൊവിഷൻ ചെയ്ത് വെച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുക, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഓഫ്സെറ്റിംഗ് എന്ത് ചെയ്യില്ല, അലൗ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഒരു കാരണവശാലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആയാലും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആയാലും ഓഫ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഒരു എമൗണ്ട് നമ്മൾ റിക്കവറി ചെയ്തെടുക്കുക. അപ്പോൾ ഓഫ്സെറ്റിംഗ് ഒരിക്കലും അലൗ ചെയ്യുന്നൊരു കാര്യമല്ല. ആറാമത്തെ പോയിന്റ്, ഫ്രീക്വൻസി ഓഫ് റിപ്പോർട്ടിംഗ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ബിസിനസ് എൻറ്റിറ്റിയിലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓരോ വർഷത്തിലാണ്, അല്ലേ? 12 മാസം, ഒരു വർഷത്തിൽ ഒരിക്കലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആനുവലി ആണ്, അല്ലേ? ഇനി അതിൽ കൂടുതൽ നമുക്കെന്താണ്, ഏതെങ്കിലും ഈ ഒരു വർഷത്തിനുള്ളിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കാരണമല്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ ആ കാരണം സ്പെസിഫൈ ചെയ്യണം. അതിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് വരണം. ഓരോ പീരീഡിലേക്കും വരുന്ന എമൗണ്ടുകൾ മാറാനുള്ള കാരണം എന്താണെന്ന് പറയാം, അല്ലെങ്കിൽ അത് കൂടാനും കുറയാനുള്ള കാരണം എന്താണെന്ന് പറയണം. അതുപോലെ തന്നെ ഓരോ എമൗണ്ടിലും പ്രസൻറ്റ് ചെയ്യുന്ന ഫിഗേഴ്സ് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട്. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് റിപ്പോർട്ടിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രീക്വൻസിയിൽ റിപ്പോർട്ടിൻ്റെ പീരീഡ് മാത്രമല്ല, വർഷാവർഷം റിപ്പോർട്ട് വരണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അതിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ ആ മാറ്റത്തിനുള്ള കാരണം എന്താണ്, വ്യത്യാസം വരുന്നതിനുള്ള കാരണം എന്താണ്, ഇത്തരം കാരണങ്ങളോടി അതിൽ പറയണം. ദെൻ കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ, ഏഴാമത്തെ പോയിന്റ്. കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയില്ലേ, കമ്പയർ ചെയ്യുന്ന. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് മാറ്റത്തിന് കാരണം, അതിൻ്റെ നമ്മൾ ഉപയോഗിച്ച എന്തെങ്കിലും ഫോർമാറ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ, നമ്മൾ അക്കൗണ്ടിങ് പോളിസീസിൽ മാറ്റം വരും, അതിൻ്റെ റീസൺ എന്താണ്, ഇത് കൃത്യമായിട്ട് പറയണം. ഇത്രയൊക്കെയാണ് നമുക്ക് കമ്പാരിറ്റീവ് ഇൻഫർമേഷനിൽ. കമ്പാരിറ്റീവിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, an entity shall present as a minimum, ഏറ്റവും കുറഞ്ഞത് 2 ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽസ് വേണം, 2 P&L അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് വേണം, 2 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് വേണം, 2 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി വേണം, 2 നോട്ട്സ്, റിലേറ്റഡ് നോട്ട്സ് വേണം. 2 എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറയുന്നുണ്ട്, സ്പെസിമെനിൽ തന്നെ പറയുന്നുണ്ട്. കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും വേണം, കൃത്യമായിട്ട് പറഞ്ഞ നോട്ട്സ് വേണം, അല്ലേ? ഇനി 8ാമത്തെ പോയിന്റ്, കൺസിസ്റ്റൻസി ഓഫ് പ്രസൻറ്റേഷൻ. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും കൺസിസ്റ്റൻ്റ് ആവണം, അല്ലേ? ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തേക്ക് പോകുമ്പോഴും അതിലൊരു മാറ്റം വരാൻ പാടില്ല. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ രീതിയിൽ. അപ്പോൾ ഈ 8 പോയിന്റുകളാണ് നമ്മൾ ജനറൽ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ഞാൻ ഒന്നുകൂടി വായിക്കാം. ട്രൂ ആൻഡ് ഫെയർ പ്രസൻറ്റേഷൻ, ഗോയിങ് കൺസേൺ, അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ്, മെറ്റീരിയാലിറ്റി ആൻഡ് അഗ്രഗേഷൻ, ഓഫ്സെറ്റിംഗ്, ഫ്രീക്വൻസി ഓഫ് റിപ്പോർട്ടിംഗ്, കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ, കൺസിസ്റ്റൻസി ഓഫ് പ്രസൻറ്റേഷൻ. ഇനി സ്ട്രക്ചർ ഓഫ് ആൻഡ് കണ്ടൻറ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ്സിൽ ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്ട്രക്ചർ ആൻഡ് കണ്ടൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ താങ്ക് യു. ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.